നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ഇന്ത്യ-US കരാറിനെയും കേന്ദ്ര ബജറ്റിനെയും ലോക്സഭയിൽ രൂക്ഷമായി വിമർശിച്ച രാഹുൽ ഗാന്ധി. കരാറിന്റെ പേരിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് വിറ്റെന്ന് ബജറ്റ് ചർച്ചയ്ക്കിടെ രാഹുൽ. എപ്സ്റ്റീൻ ഫയൽ സംബന്ധിച്ച പരാമർശങ്ങൾ വിലക്കി ചെയർ. കോൺഗ്രസിന് അസഹിഷ്ണുത എന്ന് ഭരണപക്ഷം. രാഹുൽ കോമാളിയെന്നും വാക്കുകൾക്ക് തമാശയുടെ വിലയെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ. വരവ് ചെലവ് കണക്കുകളിൽ പൊരുത്തക്കേടെന്ന് കോടതി. ദേവസ്വം ബോർഡ് മറുപടി നൽകണം. അയ്യപ്പ സംഗമവും SIT അന്വേഷിച്ചേക്കും. ദേവസ്വം ബോർഡിന് ചെലവായത് 3,40,00,000 രൂപ. അയ്യപ്പ സംഗമം തീരുമാനിച്ച വിവരം ദേവസ്വം മിനിറ്റ്സിൽ ഇല്ലെന്നും കണ്ടെത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച ദേവസ്വം മുൻ കമ്മീഷണർ N. വാസു പുറത്തേക്ക്. ജാമ്യം ലഭിച്ചത് കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ. മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞ നടപടി സുപ്രീം കോടതി നീട്ടി. ആർക്കും മുൻകൂർ ജാമ്യം നൽകില്ല എന്നും ശബരിമല കൊടിമരത്തിൽ നിന്നടക്കം മുഴുവൻ സ്വർണവും അടിച്ചുമാറ്റിയെന്ന വാർത്താക്കുറിപ്പ് കണ്ടുവെന്നും കോടതി. ഔദ്യോഗിക ചടങ്ങുകളിന് വന്ദേമാതരം നിർബന്ധം. ആഭ്യന്തര മന്ത്രാലയം പുതിയ മാർഗരേഖ പുറത്തിറക്കി. സർക്കാർ ചടങ്ങുകളിലും രാഷ്ട്രപതിയും ഗവർണറും പങ്കെടുക്കുന്ന പരിപാടികളിലും സ്കൂളുകളിലും വന്ദേമാതരം ആലപിക്കണം. സിനിമാ തിയേറ്ററുകളിൽ എഴുന്നേറ്റ് നിൽക്കേണ്ട. കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. അവശ്യ സർവീസുകളെ ഒഴിവാക്കും. കടകൾ തുറക്കില്ല, വാഹനങ്ങൾ ഓടില്ല. കേന്ദ്ര ബജറ്റിനെയും ഇന്ത്യ-US കരാറിനെയും വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രിക്കും രൂക്ഷ വിമർശനം. വ്യാപാര കരാർ ഉണ്ടാക്കിയതിൽ ഡേറ്റാ സംരക്ഷണം ഉറപ്പാക്കിയില്ല. എപ്സ്റ്റീൻ ഫയൽ പരാമർശിച്ച രാഹുൽ ഗാന്ധിയെ ചെയർ തടഞ്ഞു. കോൺഗ്രസിന് അസഹിഷ്ണുത എന്ന് ഭരണപക്ഷം ആരോപിച്ചു. ദുർഘടമായ സമയത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്നും വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ഒന്നും കേന്ദ്ര ബജറ്റിൽ ഇല്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ത്യ-US കരാറിൽ എന്തെന്ന് ഇപ്പോഴും വ്യക്തതയില്ല. ട്രംപിന് മുന്നിൽ കേന്ദ്രം കീഴടങ്ങി. നിങ്ങൾ ഇന്ത്യയെ വിറ്റുവെന്നും ലജ്ജ തോന്നുന്നില്ലേ എന്നും രാഹുൽ ചോദിച്ചു. That you have sold India. Are you not ashamed of selling India? Yes. You have sold our mother, Bharat Mata. Do you have no shame? He has sold India because they are choking him. They've got a grip on his neck. വിവാദമായ എപ്സ്റ്റീൻ ഫയൽ വിഷയവും രാഹുൽ സഭയിൽ ഉയർത്തി. US-ലെ അദാനിക്കെതിരായ കേസും പരാമർശിച്ചു. ഇതോടെ സഭയിൽ ബഹളം തുടങ്ങി. പ്രസംഗത്തിനിടെ സ്പീക്കർ ഇടപെട്ടു. സർ, ദോ ചീസേ ഹൈ സർ. एक सर एप्स्टीन केस सर 3 million files are still locked up. उसका इस विषय से कोई संबंध नहीं. I will not allow you. രാഹുലിന്റെ പരാമർശം ചട്ടവിരുദ്ധമാണെന്ന് രവിശങ്കർ പ്രസാദ് ചൂണ്ടിക്കാട്ടി. തെളിവില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്ന് കിരൺ റിജിജു പറഞ്ഞു. He is the leader of opposition. All the points he has made have serious repercussion. He must authenticate on all the allegations he has made. കോൺഗ്രസിന് അസഹിഷ്ണുതയാണെന്നും ഭരണപക്ഷം വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി BJP രംഗത്ത്. രാഹുൽ കോമാളിയെന്നും വാക്കുകൾക്ക് തമാശയുടെ വില എന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. താൻ ജോലി ചെയ്ത സന്നദ്ധ സംഘടനയുടെ ഭാഗമായി എപ്സ്റ്റീനെ കണ്ടിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സ്വകാര്യ വ്യക്തിയായിട്ടാണ് താൻ എപ്സ്റ്റീനെ കണ്ടത്. അന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിരുന്നില്ല എന്നും 8 വർഷം താൻ ന്യൂയോർക്കിൽ ജോലി ചെയ്തിട്ടുണ്ടെന്നും ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. emergency के 50 years when we were celebrating, एक संविधान की कॉपी लेके जो सेलोफीन पेपर में रैप थी, he was waving in the air. तो उनके सारे कार्डर भी they were waving that copy of the constitution in the air. और किसी ने बाद में सेलोफीन कवरिंग निकाली और कहा कि देख तो लो ये कौन सी कॉन्स्टिट्यूशन की बात कर रहे हो. But on the one hand you have leaders who dedicate their lives to transforming the country, who work around the clock, and then you have elements of buffoonery. I'm choosing my words carefully. Elements of buffoonery. I did not call him a buffoon. I said elements of buffoonery. क्योंकि ये होता है, इधर की बात उधर की बात. तो मैं आपको याद करवाना चाहता हूं, क्योंकि आज उन्होंने ड्यूरिंग द सेशन मेरा नाम लिया in the context of some developments elsewhere, the Epstein files. तो मैं I just want to share some information with you.
पिछला जो संविधान दिवस हुआ वो था शायद 26 नवंबर को 2025 में। मैं भी था वहां पे। इट वाज इन दी सेंट्रल हॉल ऑफ पार्लियामेंट, जो हमारी पुरानी बिल्डिंग का है। सो लगता है कि वो जब प्रोग्राम कार्यक्रम खत्म हुआ, ही केम अप टू मी, और जो इनकी स्टाइल है जब मूड में होते हैं तो ही विंक्ड एट मी लाइक दिस। കരസേനാ മുൻ മേധാവി MM നരവനെയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് ചോർന്നതിൽ കൂടുതൽ നടപടിയിലേക്ക് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലാണ് വിശദമായ അന്വേഷണം നടത്തുക. പെൻകിൻ റാൻഡം ഹൌസിന് നോട്ടീസ് അയച്ചു. പുസ്തകത്തിന്റെ ഏക പ്രസിദ്ധീകരണാവകാശം തങ്ങൾക്കാണെന്ന് പെൻഗ്വിൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി കാത്തിരിക്കുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചില്ലെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു. പെൻഗ്വിൻ റാൻഡം ഹൌസിന്റെ നിലപാട് കരസേനാ മുൻ മേധാവി MM നരവനെയും ശരിവച്ചിരുന്നു. വിവിധ സമൂഹമാധ്യമങ്ങളിൽ നിന്ന് വിവരം തേടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട BJP നേതാക്കൾ രംഗത്തെത്തി. किस दुनिया में रहते हैं, किस विचार से काम करते हैं, मैं तो उसको मैं समझ नहीं पा रहा हूँ. लेकिन बाकी जो समझदार है कांग्रेस में, अगर एक दो सीनियर समझदार लोग हैं तो वो समझाए कि पार्लियामेंट ऐसा नहीं चल सकता है और देश का सुरक्षा के बारे में आप इस तरह से यहाँ बच्चे वाला हरकतें ना करें. സത്യം പുറത്തുവരുന്നത് തടയാനുള്ള BJP സർക്കാരിന്റെ ശ്രമമെന്നാണ് കോൺഗ്രസ് തിരിച്ചടിച്ചത്. കേന്ദ്ര സർക്കാർ എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ചോദിച്ചു. തങ്ങൾക്ക് ഭയമില്ലെന്നും പൂർണ്ണമായും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. How much scared they are showing on this issue? Why they are afraid of all these things? We are not afraid. Whatever they want to do, let them do it. പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കുന്നതിൽ നിന്നും തടയുന്നത് ജനാധിപത്യ വിരുദ്ധമെന്ന് PJ കുര്യനും പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളത് വെറും സാങ്കേതികത്വം ഉയർത്തിപ്പിടിച്ചു, അത് ശരിയല്ലാത്ത സാങ്കേതികത്വം ഉപയോഗിച്ച് തടസ്സപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. നരവനയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിൽ ചൈനീസ് അതിർത്തിയിലെ സംഭവത്തെക്കുറിച്ചുള്ള ഭാഗം പരാമർശിച്ചുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ലോക്സഭയെ കഴിഞ്ഞ ആഴ്ച പ്രക്ഷുബ്ധമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. വന്ദേമാതരം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. എല്ലാ സർക്കാർ പരിപാടികളിലും വിദ്യാലയങ്ങളിലും വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി. ദേശീയ ഗീതം ആലപിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്നും പുതിയ നിയമത്തിൽ നിഷ്കർഷിക്കുന്നു. ഇന്ന് രാവിലെയാണ് ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. വന്ദേമാതരം ആലപിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. എല്ലാ സർക്കാർ പരിപാടികളിലും സ്കൂൾ പ്രോഗ്രാമുകളിലും ദേശീയഗാനത്തിന് പിന്നാലെ വന്ദേമാതരം ഉണ്ടായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പത്മ പോലെയുള്ള പുരസ്കാരദാന ചടങ്ങുകളിലും രാഷ്ട്രപതി പങ്കെടുക്കുന്ന മറ്റെല്ലാ ചടങ്ങുകളിലും വന്ദേമാതരം നിർബന്ധമാണ്. രാഷ്ട്രപതി വരുന്ന സമയത്തും പോകുന്ന സമയത്തും വന്ദേമാതരം ആലപിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. അതേസമയം തിയേറ്ററുകളിൽ നിർബന്ധമില്ല എന്നും ആഭ്യന്തര മന്ത്രാലയം പറയുന്നു. 1937 കോൺഗ്രസ് ഒഴിവാക്കിയ 4 പദ്യങ്ങൾ ചേർത്ത് 6 പദ്യങ്ങളും ആലപിക്കണമെന്നാണ് നിർദ്ദേശം. ദേശീയഗാനത്തിന് നിലവിലുള്ള പ്രോട്ടോകോളുകൾ ദേശീയ ഗീതത്തിനും ബാധകമാക്കുന്നതിന്റെ ഭാഗമായാണ് ആഭ്യന്തര മന്ത്രാലയം പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചത്. ദേശീയഗാനത്തിന് തുല്യമായ പദവി വന്ദേമാതരത്തിന് നൽകണമെന്നാവശ്യപ്പെട്ട് വിവിധ കോടതികളിൽ ഹർജികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഈ നീക്കം. 1971 ദേശീയ ബഹുമതികളോടുള്ള അവഹേളനം തടയൽ നിയമത്തിൽ നിലവിൽ വന്ദേമാതരത്തിന് പ്രത്യേക സംരക്ഷണം നൽകുന്നില്ല. ഇത് ഭേദഗതി ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സർക്കാരിന്റെ പരിഗണനയിലാണ്. കഴിഞ്ഞ വർഷം ഇതു സംബന്ധിച്ച് BJPയും കോൺഗ്രസും തമ്മിൽ വലിയ വാദപ്രതിവാദങ്ങളുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പുതിയ നിർദ്ദേശം വിവാദത്തിന് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. CPM, CPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും കർഷക തൊഴിലാളി സംഘടനകളും സർക്കാർ അധ്യാപക സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കും. INTUC കേരളത്തിൽ പ്രത്യേകമായാണ് പണിമുടക്കുക. അതേസമയം പണിമുടക്കിൽ BMS പങ്കെടുക്കുന്നില്ല. ഷോപ്പിംഗ് മാളുകൾ, സ്പെഷ്യൽ ഇക്കണോമിക് സോൺ അടക്കമുള്ളവ സ്തംഭിക്കും. വ്യവസായ, കാർഷിക, വാണിജ്യ, വ്യാപാര മേഖലകൾ പൂർണ്ണമായും നിശ്ചലമാകും. ഒപ്പം കടകമ്പോളങ്ങളും അടഞ്ഞുകിടക്കും. മോട്ടോർ വാഹനങ്ങൾ നിരത്തിലിറങ്ങില്ല. ഓട്ടോ, ബസ്, കാർ, ലോറി തുടങ്ങി മോട്ടോർ തൊഴിലാളികൾ, ഷോപ്പ് എംപ്ലോയീസ്, മത്സ്യവിപണനം, വിതരണ രംഗം, വഴിയോര കച്ചവട തൊഴിലാളികൾ, പ്രസ് ജീവനക്കാർ, നിർമ്മാണം, കയറ്റിറക്ക് തൊഴിലാളികൾ തുടങ്ങിയവരും പണിമുടക്കും. എന്നാൽ അവശ്യ സർവീസുകളായ പാൽ, പത്രം, ആശുപത്രികൾ, ആംബുലൻസ്, ഫയർഫോഴ്സ്
ഹൗസ് എന്നിവയെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കൂടാതെ ശബരിമല തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ തീർത്ഥാടന വാഹനങ്ങളെയും മരാമൺ കൺവെൻഷനിലേക്കുള്ള യാത്രക്കാരെയും സമരത്തിൽ നിന്ന് ഒഴിവാക്കി. KSRTCയിലെ ഇടത് യൂണിയനുകൾ പണിമുടക്കുന്ന സാഹചര്യത്തിൽ സർവീസ് മുടങ്ങാനാണ് സാധ്യത. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ടാക്സി സേവനം പതിവ് പോലെ നടക്കുമെന്ന് ഓർഗനൈസേഷൻ വ്യക്തമാക്കി. പണിമുടക്ക് ദിവസം കൊച്ചി മെട്രോ ട്രെയിൻ, വാട്ടർ മെട്രോ സർവീസുകളെ ബാധിക്കില്ല. പതിവ് പോലെ സർവീസ് നടത്തുമെന്ന് കൊച്ചി മെട്രോ അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലെ ടംബ്ലർ റിഡ്ജ് സെക്കൻഡറി സ്കൂളിലുണ്ടായ വെടിവയ്പിൽ അക്രമി ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടു. ഉച്ചയോടെയാണ് നടുക്കിയ സംഭവം ഉണ്ടായത്. സ്കൂളിനുള്ളിൽ 6 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒരാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണപ്പെട്ടത്. സ്കൂളിനടുത്തുള്ള ഒരു വീട്ടിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസ് അറിയിച്ചു. പരിക്കേറ്റ് 25ഓളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. കൈകൾ പിന്നിൽ കെട്ടി വെടിയേറ്റ നിലയിൽ കണ്ടെത്തിയ അക്രമി സ്വയം വെടിവെച്ച് മരിച്ചതാണെന്നാണ് പോലീസ് നിഗമനം. സ്ത്രീയാണ് അക്രമിയെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരുടെ പേരോ മറ്റു വിവരങ്ങളോ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. രാജ്യത്തിന്റെ ചരിത്രത്തിൽ സ്കൂളിലുണ്ടായ ഏറ്റവും വലിയ വെടിവെപ്പുകളിൽ ഒന്നാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമവും സർക്കാരിന് തിരിച്ചടിയാകുന്നു. അയ്യപ്പ സംഗമം സംബന്ധിച്ച ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ. 10 ദിവസത്തിനുള്ളിൽ വരവ് ചെലവ് കണക്കുകൾ ഉൾപ്പെടെ കൃത്യമായ കണക്ക് നൽകാനാണ് നിർദ്ദേശം. അയ്യപ്പ സംഗമം നടത്തിയതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 3,40,00,000 രൂപയുടെ നഷ്ടം എന്നാണ് സൂചന. ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. പരിപാടിക്കായി സർക്കാരിൽ നിന്നോ ദേവസ്വം ബോർഡിൽ നിന്നോ പണം കൈപ്പറ്റാൻ പാടില്ല എന്ന കോടതി നിർദ്ദേശം പാലിച്ചില്ല എന്ന് റിപ്പോർട്ടിൽ പരാമർശം ഉണ്ട് എന്നാണ് സൂചന. ബോർഡ് മുൻകൂറായി 3 കോടി നൽകിയെന്നും സൂചനയുണ്ട്. അയ്യപ്പ സംഗമം SIT അന്വേഷണ പരിധിയിലുണ്ടെന്നാണ് റിപ്പോർട്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാർ ഒരുക്കിയത് പശ്ചാത്തല സൗകര്യം മാത്രമെന്ന ദേവസ്വം മന്ത്രി VN വാസവൻ. 4 കോടി രൂപ സ്പോൺസർഷിപ്പ് വഴി കിട്ടി. ബാക്കി കണക്ക് കൃത്യമായി പറയേണ്ടത് ദേവസ്വം ബോർഡാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒന്നും എനിക്കറിയില്ല, ദേവസ്വം ബോർഡോട് ചോദിച്ചാലേ അറിയുള്ളൂ. കാരണം അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ 1 രൂപയോ 1 നയ പൈസയോ ഒരേക്കാൻ ഗവൺമെന്റിനോ ഞങ്ങൾക്ക് ആർക്കെങ്കിലും അധികാരമില്ല. അതെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടന്ന സംഭവമാണ്. അതിന്റെ സ്പോൺസർമാരെയും കണ്ടെത്തിയത് അവരാണ്. ഒപ്പം വരവില കണക്കും തയ്യാറാക്കിയതവരാണ്. അത് അവരോട് ചോദിച്ചെങ്കിൽ പറയാൻ പറ്റുള്ളൂ. അത് ഏതെങ്കിലും തരത്തിൽ പരിശോധിക്കേണ്ട കൂട്ടർ അത് പരിശോധിച്ച് ഓഡിറ്റ് സഹിതം കൊടുക്കേണ്ടവർ കോടതി കൊടുക്കണം എന്നാണെന്ന് അവർ തീരുമാനിച്ചുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നു. ബാക്കി കാര്യം ദേവസ്വം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ N വാസുവും പുറത്തേക്ക്. N വാസുവിനും വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചു. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, സംസ്ഥാനം വിട്ടു പോകരുത്, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം, 2 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യം എന്നിവയാണ് ജാമ്യ വ്യവസ്ഥകൾ. ദേവസ്വം മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ N വാസു കട്ടളപ്പാളി കേസിലെ 3ാം പ്രതിയാണ്. പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, KS ബൈജു എന്നിവരുടെ റിമാൻഡ് 14 ദിവസത്തേക്ക് കൂടി നീട്ടി. KS ബൈജുവിന്റെ ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായി. കട്ടളപ്പാളി കേസിലെ ഹർജിയിൽ നാളെ വിധി പറയും. സ്വാഭാവിക ജാമ്യം തേടിയാണ് ബൈജു കോടതിയെ സമീപിച്ചത്. എന്നാൽ ദ്വാരപാലക കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ നാളെ ജാമ്യം ലഭിച്ചാലും KS ബൈജുവിന് പുറത്തിറങ്ങാൻ കഴിയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീക്ക് ആശ്വാസം. അറസ്റ്റ് തടഞ്ഞ നടപടി സുപ്രീം കോടതി നീട്ടി. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ ആർക്കും മുൻകൂർ ജാമ്യം നൽകില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ 4ാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞ ഉത്തരവ് നീട്ടിയ സുപ്രീം കോടതി ഫെബ്രുവരി 18-ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ജയശ്രീയുടെ ഹർജി പരിഗണിച്ചത്. അതേസമയം കേസിൽ ജയശ്രീയുടെ പങ്ക് വ്യക്തമാണെന്നും ജാമ്യം നൽകരുതെന്നും പ്രത്യേക അന്വേഷണ സംഘം സുപ്രീം കോടതിയെ സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ചിരുന്നു. ബോർഡ് തീരുമാനങ്ങൾക്ക് വിരുദ്ധമായാണ് ജയശ്രീ പ്രവർത്തിച്ചതെന്നും ജയശ്രീയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ SIT ആവശ്യപ്പെട്ടു. അതിനിടെയാണ് സ്വർണ്ണക്കൊള്ളക്കേസിൽ ആർക്കും മുൻകൂർ ജാമ്യം നൽകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. കേസ് പരിഗണിക്കവേ ബെഞ്ചിലെ മറ്റൊരു അംഗമായ ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ ചില പരാമർശങ്ങൾ നടത്തി. ശബരിമലയിലെ കൊടിമരത്തിൽ നിന്നടക്കം മുഴുവൻ സ്വർണവും അടിച്ചുമാറ്റിയെന്ന വാർത്താക്കുറിപ്പ് കണ്ടുവെന്ന് പറഞ്ഞ ജസ്റ്റിസ് ജയശ്രീയുടെ ഗുരുതരമായ അസുഖത്തിന് എയിംസിൽ ചികിത്സ ഒരുക്കാമെന്നും കേരളത്തിൽ എയിംസ് ഉണ്ടോ എന്ന് ആരായുകയും ചെയ്തു. പിന്നീട് ജഡ്ജിമാർ തമ്മിൽ കൂടിയാലോചന നടത്തിയാണ് അറസ്റ്റ് തടഞ്ഞ ഉത്തരവ് നീട്ടിയത്.
ജയശ്രീ ദേവസ്വം ബോർഡ് മിനിറ്റ്സ് തിരുത്തിയെന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. ചെമ്പുപാളികൾ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണമെന്നായിരുന്നു ജയശ്രീ മിനിറ്റ്സിൽ എഴുതിയത്. ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിഞ്ഞതാണെന്നറിഞ്ഞിട്ടും ചെമ്പ് പൂശിയതാണെന്ന് ജയശ്രീ രേഖപ്പെടുത്തിയെന്ന് എഫ്ഐആറിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. ശബരിമല കൊടിമര പുനർനിർമ്മാണ കേസിൽ ഫയലുകൾ ആവശ്യപ്പെടാൻ വിജിലൻസ്. ഇത് സംബന്ധിച്ച് SITക്ക് കത്ത് നൽകും. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് ഈ ഫയലുകൾ SIT കസ്റ്റഡിയിലെടുത്തിരുന്നു. 30 ദിവസത്തിനകം ത്വരിത അന്വേഷണം പൂർത്തിയാക്കി അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കണം എന്നാണ് ഡിവിഷൻ ബെഞ്ച് വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇന്നലെ തന്നെ ഒരു SP-യുടെയും 2 DYSP-മാരുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്ന് ദേവസ്വം ബോർഡിനോട് ഫയലുകൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഫയലുകൾ SITക്ക് കൈമാറിയെന്ന് മറുപടി നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വാളെടുത്തവൻ വാളാൽ എന്ന അവസ്ഥയിലാണിപ്പോൾ കാര്യങ്ങളെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അതാണ് ഓരോ ദിവസം കഴിയുമ്പോഴും വ്യക്തമാകുന്നത്. ശബരിമല വിഷയത്തിൽ UDF കൺവീനർ, MP, AICC ജനറൽ സെക്രട്ടറി വരെ എത്തി നിൽക്കുന്നു. കോൺഗ്രസും BJPയും രാഷ്ട്രീയം പറയാൻ ഭയപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ഒരു ഭാഗത്തിൽ ജയിച്ച MP-യാണ്, തൃശ്ശൂർ MP. അവിടെ അദ്ദേഹം എയിംസ് എത്തിക്കുന്ന ആദ്യം പറഞ്ഞിരുന്നു. ആലപ്പുഴയിൽ പോയി പറഞ്ഞു എവിടെയും വരേണ്ടതില്ല, ആലപ്പുഴയിൽ വരാമെന്ന് പറഞ്ഞു. കോഴിക്കോട്ട് എയിംസിന് വേണ്ടിയുള്ള സ്ഥലവുമായിട്ട് കേരള ഗവൺമെൻറ്റും ജനങ്ങളും കാത്തിരിക്കുകയാണ് കൊല്ലങ്ങളായിട്ട്. അതും അദ്ദേഹത്തിന് അറിയാം. സൂരജ് ലാമ കേസിൽ വിശദമായ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. DIG റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം. ഇനി കേരളത്തിലെത്തുന്ന ഒരാൾക്കും ഇത്തരം ദുരനുഭവം ഉണ്ടാകരുത് എന്ന് കോടതി പറഞ്ഞു. സൂരജ് ലാമ ഇന്ത്യയിലെത്തിയത് മുതൽ മൃതദേഹം കണ്ടെത്തിയതുവരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കേസ് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നും കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യം. കർശന ഉപാധികളോടെയാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിച്ചത്. രണ്ടാമത്തെയും നാലാമത്തെയും വെള്ളിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥനു മുൻപാകെ ഷിംജിത ഹാജരാകണം. സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല എന്നതുൾപ്പെടെയുള്ള കർശന ഉപാധികളോടെ 50,000 രൂപയുടെ 2 ആൾ ജാമ്യത്തിലാണ് ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിച്ചത്. നിലവിൽ കേസന്വേഷണത്തോട് പ്രതി സഹകരിക്കുന്നുണ്ടെന്ന വാദം കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അംഗീകരിച്ചു. ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് ഇത്ര ദൈർഘ്യമേറിയ തടവ് ആവശ്യമില്ലെന്നും ഷിംജിതയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. 21 ദിവസത്തിലധികമായി ഷിംജിത ജയിലിലാണ്. നേരത്തെ അന്വേഷണത്തിന്റെ ഭാഗമായി ഷിംജിതയുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പുമെല്ലാം അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. ഈ കാര്യങ്ങൾ ഉൾപ്പെടെ ജാമ്യം നൽകുമ്പോൾ കോടതി പരിഗണിച്ചു. നിലവിൽ മഞ്ചേരി സബ് ജയിലിലാണ് ഷിംജിത. കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നേരത്തെ ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഷിംജിത പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ദൈവത്തിന്റെ സ്വത്ത് കക്കുന്നവർ ഒരു കാലത്തും രക്ഷപ്പെടില്ല എന്ന് AN ഷംസീർ. എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. സ്വർണം കട്ടവർ ശിക്ഷിക്കപ്പെടുമെന്നാണ് വിശ്വാസം. കുറ്റപത്രം കുറ്റമറ്റതാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും AN ഷംസീർ പറഞ്ഞു. എയിംസ് കിട്ടാൻ കേരളം എന്ത് ചെയ്തു എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇലക്ഷൻ ഒന്ന് മാറ്റിവെച്ചാൽ ഇപ്പോൾ ഉയരുന്നതെല്ലാം കെട്ടടങ്ങും. സാധ്യതയുള്ള 4 സ്ഥലങ്ങൾ സംസ്ഥാനം കണ്ടെത്തി നൽകണമായിരുന്നു. ഭാവിയിൽ വികസിപ്പിക്കാൻ കഴിയുന്ന ഇടങ്ങളാകണം. ആലപ്പുഴയിൽ എയിംസ് വരണം എന്നതാണ് തന്റെ നിലപാടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എയിംസ് പ്രഖ്യാപിച്ചല്ലോ, 2016 പ്രഖ്യാപിച്ചല്ലോ ബഡ്ജറ്റിൽ. എയിംസ് കേരളത്തിലെ കാര്യമാണോ ചോദിച്ചത്? കേരളം എന്ത് ചെയ്തു എന്ന് അത് കേരള സർക്കാരിന് നന്നായിട്ട് അറിയാം. ഇതൊക്കെ ഈ ഒരു ഇലക്ഷൻ അടുത്ത വർഷത്തേക്ക് ഇപ്പം മാറ്റിവെച്ചാൽ ഇതെല്ലാം ക്ലിയർ ആവും. സംവിധാനം 1 മുതൽ മിനിമം 4 സാധ്യതയുള്ള സ്ഥലം നിങ്ങൾക്ക് കണ്ടെത്തി തരാൻ, അത് അതിനൊരു പാരഫെർനേലിയ ഉണ്ട്. ആ സ്ഥലത്ത് ഇന്ന സൗകര്യങ്ങൾ നമുക്ക് വികസിപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും കൂടി ആയിരിക്കണം. ഇതിൻ്റെ ഒരു പാരഫെർനേലിയ, ഇതിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിന് പ്രകാരം 4 ജില്ലകളെങ്കിലും 4 സ്ഥലങ്ങളെങ്കിലും അവർ പ്രപ്പോസ് ചെയ്യണം. കേരളത്തിൻ്റെ ആകമാനമുള്ള വികസനവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ഒരുപാട് ബോട്ടിൽ നെക്കുകളുണ്ട്. കൊച്ചി വികസനമെന്ന് പറയുന്നത് ഇനി അസാധ്യമാണ്. അവിടെ അത്രയും സാച്ചുറേഷനായി സഫക്കേഷനുമായി. തിരുവനന്തപുരവും പൂർണ്ണമായിട്ട് 3 ഫേസും കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ വിഴിഞ്ഞത്തിൻ്റെ അങ്ങനെ ഒരു സഫക്കേറ്റഡ് അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇവിടെയൊക്കെയുള്ള മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിലിറ്റി, കോഴിക്കോടായാലും
നമ്മൾ നോക്കാം. മലപ്പുറമാണെങ്കിൽ പോലും ഇപ്പം തന്നെ സപ്പിളാണ്. അപ്പോൾ ഇത് എത്താത്ത പ്രദേശങ്ങൾ ഏത് എന്നൊക്കെ പറയുന്ന ഒരു വികസന കാഴ്ചപ്പാടോടുകൂടി സ്ഥലലഭ്യത, അത് ഈ പറയുന്ന പാരാഫർണിയയിൽ അത് അതിൻ്റെ എല്ലാ അംശങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി ഞങ്ങൾക്ക് ഇത്രയും സ്ഥലമുണ്ട് എന്ന് അറിയിച്ചാൽ മതി കേന്ദ്ര സർക്കാരിന്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ കുറ്റ്യാടിയിൽ നടന്ന സ്വീകരണ വേദിയിൽ നാടകീയ രംഗങ്ങൾ. സ്വാഗത പ്രാസംഗികനായ DCC സെക്രട്ടറി ജാഥ ക്യാപ്റ്റൻ വി ഡി സതീശനെ സംസാരിക്കാനായി ക്ഷണിച്ചത് മുതലാണ് ബഹളം തുടങ്ങിയത്. സതീശനെ ക്ഷണിച്ചതോടെ വടകര MP ഷാഫി പറമ്പിൽ സ്വാഗത പ്രാസംഗികനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം. പിന്നീട് സതീശൻ സംസാരിച്ചതിന് ശേഷം MP ക്ഷണിക്കാൻ സ്വാഗത പ്രാസംഗികൻ ശ്രമിച്ചപ്പോൾ ഷാഫി തടഞ്ഞു. എന്നാൽ ബലമായി അദ്ദേഹം മൈക്കിന് മുന്നിലെത്തി ഷാഫിയെ സംസാരിക്കാൻ ക്ഷണിച്ചു. അതിനിടെ സമീപത്ത് നിന്ന് മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ ബഹളത്തിൽപ്പെട്ടു. പിന്നീട് അധികമൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞ ഷാഫി 100 സീറ്റ് എണ്ണുമ്പോൾ അതിൽ കുറ്റ്യാടി ഉണ്ടാകുമെന്ന് പറഞ്ഞ് പ്രസംഗം പെട്ടെന്ന് അവസാനിപ്പിച്ചു. ഡൽഹിയിൽ ചേട്ടൻ ബാവയാണ് ഭരിക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് അത് അനിയൻ ബാവയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. 6 ലക്ഷം കോടിയുടെ ബാധ്യത സാധാരണക്കാരുടെ തലയിൽ കെട്ടിവെച്ചാണ് LDF ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചേട്ടൻ ബാവ ഡൽഹിയിൽ സഞ്ചരിക്കുന്ന അതേ പാതയിൽ തിരുവനന്തപുരത്ത് അനിയൻ ബാവയും പോയിക്കൊണ്ടിരിക്കുക. അടുത്ത മാസം പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് സലാം പറയുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ ബാധ്യത മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് ഇറങ്ങുന്നത് എന്ന് നമ്മൾ അറിയണം. ഒരു വിഷൻ ഡോക്യുമെന്റ് പ്രകാശനം ചെയ്യുകയാണ്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ആരോഗ്യകാര്യത്തിൽ ലോകരാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ചികിത്സയ്ക്ക് വരുന്ന ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി നമ്മൾ കേരളത്തെ മാറ്റുക തന്നെ ചെയ്യും. ഗവേഷണ തുല്യമായ പഠനങ്ങളിലൂടെ തയ്യാറാക്കിയ പദ്ധതികൾ, ആ പദ്ധതികൾ കേരളത്തിൽ പ്രഖ്യാപിക്കും. അത് ഈ കേരളത്തിന് മാറ്റമുണ്ടാകും. ഇവിടെ രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചു എന്ന് തെളിവ് സഹിതം പറഞ്ഞ CPM നേതാവിനെ പുറത്താക്കിയത് എന്തൊരു വൈരുദ്ധ്യമാണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത്. നല്ലൊരു നടനായ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ ഹാസ്യം അഭിനയിക്കുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സുരേഷ് ഗോപി എയിംസ് പല ജില്ലകളിലും എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം കാര്യങ്ങളിൽ കുറച്ചുകൂടി ഗൗരവം കാണിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. സുരേഷ് ഗോപി കേരളത്തിലെ ഒരു ഭാഗത്തിൽ ജയിച്ച MP-യാണ്, തൃശ്ശൂർ MP. അവിടെ അദ്ദേഹം എയിംസ് എത്തിക്കുന്ന ആദ്യം പറഞ്ഞിരുന്നു. ആലപ്പുഴയിൽ പോയി പറഞ്ഞു എവിടെയും വരേണ്ടതില്ല, ആലപ്പുഴയിൽ വരാമെന്ന് പറഞ്ഞു. കോഴിക്കോട്ട് എയിംസിന് വേണ്ടിയുള്ള സ്ഥലവുമായിട്ട് കേരള ഗവൺമെൻറ്റും ജനങ്ങളും കാത്തിരിക്കുകയാണ് കൊല്ലങ്ങളായിട്ട്. അതും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പക്ഷേ ഇപ്പോൾ അടുത്തകാലത്തായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഹാസ്യസൗഹൃദം അതിനാകാൻ പാടില്ല. സുരേഷ് ഗോപി ഇറ്റ്സ് എ ഗുഡ് ആക്ടർ. ആ നടൻ ഹാസ്യം കൂടി തനിക്കറിയാമെന്ന് രാഷ്ട്രീയത്തിൽ കാണിക്കുന്നത് സങ്കടം ഉണ്ടാക്കുന്നത്. സുഹൃത്തങ്ങനെ മന്ത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഗൗരവം കാണിക്കുന്നതാണ് നമ്മളെല്ലാം. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. തിരുവല്ല ചുമത്ര സ്വദേശി പ്രശോഭാണ് പിടിയിലായത്. റാന്നിയിൽ നിന്നാണ് പ്രശോഭിനെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. നേരത്തെ കേസിലെ പ്രധാന പ്രതി സുബിൻ അലക്സാണ്ടർ, ബെർലിൻ ദാസ്, വരുൺകുമാർ എന്നിവരെ പിടികൂടിയിരുന്നു. ഇനി കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത കിരൺ, സജിൻ എന്നീ 2 പ്രതികളെ കൂടി പിടികൂടാനുണ്ട്. ഒളിവിലുള്ള ഇവരെ പിടികൂടാൻ അന്വേഷണ സംഘം വിപുലീകരിച്ച് അന്യ സംസ്ഥാനങ്ങളിലടക്കം അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം അതിജീവിതയുടെ സഹപ്രവർത്തകയെ അടക്കം കൂടുതൽ ചോദ്യം ചെയ്യും. സ്പാകളിൽ നിന്ന് മാസപ്പടി വാങ്ങൽ, ഗുണ്ടാ സംഘങ്ങളുമായുള്ള ബന്ധം എന്നിവയിൽ തിരുവല്ല സ്റ്റേഷനിലെ ചില പോലീസുകാർക്കെതിരായ ആക്ഷേപത്തിൽ വകുപ്പ് തല പരിശോധനയും നടക്കുന്നുണ്ട്. KPMSന്റെ രാഷ്ട്രീയ നിലപാട് നടക്കാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമെന്ന് ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ. ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന നിലപാട് പരിശോധിക്കും. ഓരോ മുന്നണികളുടെയും പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിൽ നിലപാടെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന നേതൃയോഗം മാർച്ച് 15 മുതൽ 17 വരെ എറണാകുളത്ത് നടക്കുകയാണ്. ആ ബോഡിയാണ് ഈ നയം രൂപീകരിക്കുന്നത്. ഒപ്പം തന്നെ ആ സമയമാകുമ്പോഴേക്ക് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ മുന്നണികളുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയും അവരുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിലപാടുകളും വരാൻ സാധ്യതയുണ്ട്. അതുകൂടി പരിഗണിച്ചിട്ടായിരിക്കും ഞങ്ങൾ നിലപാട് സ്വീകരിക്കുക. ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ ആ അധികാരം പങ്കുവയ്ക്കുന്ന പ്രക്രിയയിൽ ചില വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പ്രതിരോധം മാത്രമായിരുന്നു നായരീഴ് ഐക്യത്തിന്റെ ഇപ്പോഴത്തെ അജണ്ട. അത് പൂർവ്വകാലത്തെ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ആ മഹത്തായ മുദ്രാവാക്യമായിട്ടുമായി ഒരു പുലബന്ധം പോലും ഇല്ലാത്ത കാര്യമാണ്.
CPM തിരുവനന്തപുരം ജില്ലാ ഘടകത്തിൽ തിരക്കിട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ. ആറ്റിങ്ങലും വാമനപുരത്തും ഒഴികെ സിറ്റിംഗ് MLA-മാർ മത്സരിക്കും. വാമനപുരത്ത് A. റഹീം മത്സരിക്കാൻ സാധ്യത. DK മുരളിയെ ജില്ലാ സെക്രട്ടറിയാക്കാൻ നീക്കം. LDF-ന്റെ മേഖലാ ജാഥകൾ പൂർത്തിയാക്കിയ ശേഷം സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ തീരുമാനമാകും. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥാനാർത്ഥി നിർണയം 3 മുന്നണികൾക്കും അതീവ നിർണായകമാണ്. നിലവിൽ ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ കോവളം ഒഴികെ എല്ലായിടത്തും ഇടത് MLA-മാരാണുള്ളത്. നെടുമങ്ങാടും തിരുവനന്തപുരം സെൻട്രലും ഒഴികെ എല്ലാ സീറ്റുകളും CPM-ന്റേതാണ്. സെൻട്രലിൽ ആന്റണി രാജു ഒഴിഞ്ഞതിനാൽ CPM ഏറ്റെടുക്കുമ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി മതിയെന്ന തീരുമാനത്തിലാണ് നേതൃത്വം. ആറ്റിങ്ങലും വാമനപുരവും ഒഴികെ സിറ്റിംഗ് MLA-മാർ മത്സരിച്ചാൽ മതിയെന്നാണ് പാർട്ടിയുടെ തീരുമാനം. ആറ്റിങ്ങലിൽ OS അംബിക ഇക്കുറി കളത്തിലിറങ്ങില്ല. വാമനപുരത്ത് DK മുരളിയും മത്സരരംഗത്തുണ്ടാകില്ല. വി ജോയി വീണ്ടും വർക്കലയിൽ കളത്തിലിറങ്ങുമ്പോൾ ജില്ലാ സെക്രട്ടറി പദവി DK മുരളിക്ക് നൽകാനാണ് നീക്കം. അങ്ങനെയെങ്കിൽ വാമനപുരത്ത് A. റഹീം മത്സരിക്കാനാണ് സാധ്യത. സംസ്ഥാന നേതൃത്വം റഹീമിന്റെ പേരിനാണ് മുൻതൂക്കം നൽകുന്നത്. BJPക്ക് ഏറ്റവും അധികം വേരോട്ടമുള്ള തലസ്ഥാന ജില്ലയിൽ കരുതലോടെയാണ് ഇടതുവലതു മുന്നണികൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. നിലവിൽ നേമത്ത് V. ശിവൻകുട്ടിയും കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനും തന്നെയാണ് ജനവിധി തേടുന്നത് എന്നതും ശ്രദ്ധേയം. നേമത്ത് BJP നേരിടാൻ നിലവിൽ V. ശിവൻകുട്ടിക്ക് പകരം മറ്റൊരു പേര് എത്ര കണ്ട് വിജയിക്കുമെന്നാണ് CPM ആശങ്കപ്പെടുന്നത്. അതേസമയം കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കുന്നതിൽ CPM-നുള്ളിൽ ഒരു വിഭാഗത്തിന് കടുത്ത വിയോജിപ്പാണുള്ളത്. ഇടതുമുന്നണിയുടെ മേഖലാ ജാഥകൾ പൂർത്തിയായ ശേഷമാകും ഓരോ ജില്ലകളിലെയും പാനലുകളിൽ അന്തിമ തീരുമാനമെടുക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇരുട്ടടിയായി കേന്ദ്ര നിർദ്ദേശം. നെൽകർഷകർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം വന്നതോടെ നിരാശയിലാകുന്നത് സംസ്ഥാനത്തെ നെൽകർഷകരാണ്. നിർദ്ദേശം പ്രാവർത്തികമായാൽ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട ഗതികേടിലാകും കർഷകർ. അതേസമയം ബോണസ് നൽകുന്നത് തുടരുമെന്ന നിലപാടിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ. രാജ്യത്ത് ധാന്യോൽപാദനം ആവശ്യത്തിലധികമായതിനാൽ നെല്ല് സംഭരണത്തിനായി കേരളം നൽകുന്ന പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശമാണ് ഇപ്പോൾ കർഷകർക്ക് തിരിച്ചടിയായിരിക്കുന്നത്. മുൻപ് കേന്ദ്ര സംഘവും BJP സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ സംഘവും കർഷകരുടെ പ്രതിസന്ധി പിടിക്കാനെത്തിയതിൻ്റെ പ്രതീക്ഷയിലായിരുന്നു സംസ്ഥാനത്തെ നെൽകർഷകർ. നെല്ലുവില വിതരണം കേന്ദ്രം ഏറ്റെടുക്കും, കർഷകർക്ക് പാടത്ത് വെച്ച് തന്നെ നെല്ലിൻ്റെ വില ലഭിക്കും, PRS വായ്പയായി നെല്ലുവില നൽകുന്ന രീതി ഇല്ലാതാവും തുടങ്ങി സംഘങ്ങൾ നൽകിയ വാഗ്ദാനങ്ങളിൽ കുട്ടനാട്ടിലെയും സംസ്ഥാനത്തൊട്ടാകെയുമുള്ള കർഷകരുടെ പ്രതീക്ഷ വാനോളമായിരുന്നു. നെൽകാർഷിക മേഖലയെ കേന്ദ്ര സർക്കാർ രക്ഷിക്കുമെന്ന പ്രചാരണം വ്യാപകമായെങ്കിലും കഴിഞ്ഞ ദിവസം കേന്ദ്രമിറക്കിയ നിർദ്ദേശം കർഷകർക്ക് ഇരുട്ടടിയായി മാറുകയായിരുന്നു. തീരുമാനം നടപ്പിലാക്കിയാൽ സംസ്ഥാനത്തെ നെൽകർഷകർക്ക് കിലോഗ്രാമിന് 6 രൂപയിലേറെ കുറയും. ഇത് മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും. അതേസമയം കേന്ദ്രം നൽകിയ നിർദ്ദേശത്തെ കേരള സർക്കാർ മുഖവിലക്കെടുത്തിട്ടില്ല. ബോണസ് തുക നൽകുന്നത് തുടരാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. കേന്ദ്ര നിർദ്ദേശം നെൽകൃഷിയെ തകർക്കാനുള്ള സംഘടിത നീക്കത്തിൻ്റെ ഭാഗമാണെന്നും ബോണസ് നൽകുന്നത് തുടരുമെന്നും മന്ത്രി P. പ്രസാദ് പറഞ്ഞു. കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിക്ക് ഞാൻ തന്നെ രേഖാമൂലം കത്തിലൂടെ കേരളത്തിൻ്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. നമ്മളത് തുടരും എന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിൽ നിശ്ചയിക്കുന്ന കമ്മിറ്റി തന്നെ കേരളത്തിൻ്റെ ഉൽപ്പാദന ചെലവ് വളരെ കൂടുതലാണെന്ന് കണക്കാക്കിയിട്ടുണ്ട്. അങ്ങനെ കണക്കാക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് ഓരോ സ്റ്റേറ്റിനും ആ സംസ്ഥാനത്തിന്റെ പ്രത്യേകതയ്ക്കനുസരിച്ചിട്ടുള്ള MSP, സ്റ്റേറ്റ് സ്പെസിഫിക് MSP പ്രഖ്യാപിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ 30-നേക്കാൾ വർദ്ധിക്കും, 30-നേക്കാൾ കൂടണം, 40 രൂപയെങ്കിലും ആവണം നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള അവസരത്തിലാണ് സംസ്ഥാനങ്ങൾ കുറയ്ക്കണം എന്ന് പറയുന്നത്. കേവലമായ ഒരു സാമ്പത്തിക അച്ചടക്കത്തിന്റെ പേരിലൊന്നും അല്ല, നെൽകൃഷി ഒഴിവാക്കുക എന്നുള്ള ഗൂഢമായ ലക്ഷ്യത്തോടെ. നിലവിൽ 1 കിലോ നെല്ലിന് കർഷകർക്ക് ലഭിക്കുന്ന സംഭരണ വിലയായ 30 രൂപയിൽ 6.31 രൂപയാണ് പ്രോത്സാഹന വിഹിതമായി സംസ്ഥാനം നൽകുന്നത്. കേന്ദ്രം നിശ്ചയിച്ച താങ്ങുവില 28.60 രൂപയാണ്. പുറമെ കിലോയ്ക്ക് 12 പൈസ തോതിൽ കയറ്റുകൂലിയും കർഷകർക്ക് ലഭിക്കും. വിത്ത്, വളം, ഉഴവുകൂലി, നടിയൽ ചെലവ്, തൊഴിലാളികളുടെ വേതനം, ജലസേചന ചെലവ്, കീടനാശിനി വില, കൊയ്ത്തുകൂലി എന്നിവ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര നിർദ്ദേശം തിരിച്ചടിയാകുമെന്നാണ് കർഷകരുടെയും കർഷക സംഘടനകളുടെയും നിലപാട്. നിർദ്ദേശം നടപ്പായാൽ കുട്ടനാട്ടിലെ ബാക്കിയുള്ള നെൽപ്പാടങ്ങളും അപ്രത്യക്ഷമാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. അമൃത ന്യൂസ്, ആലപ്പുഴ. വേനൽ ശക്തി പ്രാപിച്ചു തുടങ്ങിയതോടെ ക്ഷീര കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. പച്ചപ്പുല്ലിന് ക്ഷാമം നേരിടുന്നതും കാലിത്തീറ്റയുടെ താങ്ങാനാകാത്ത വിലയുമാണ് കർഷകർക്ക് ദുരിതമായി മാറുന്നത്. പാൽവില ഉയർത്താത്തതിനെ തുടർന്ന് ഉൽപാദന ചെലവ് കഴിഞ്ഞ് മിച്ചമൊന്നും കിട്ടാത്ത സ്ഥിതിയാണെന്ന് ക്ഷീരകർഷകർ പറയുന്നു. വേനൽക്കാലത്തെ ജലദൗർലഭ്യതയും ഒപ്പം പച്ചപ്പുല്ലിന് ക്ഷാമവും നേരിടുന്നതാണ് ക്ഷീരകർഷകർ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി.
വൈക്കോലിനും കാലിത്തീറ്റയ്ക്കും വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ ലഭിക്കുന്ന പാൽവില കൂടി പരിഗണിക്കുമ്പോൾ കർഷകർ വലിയ നഷ്ടമാണ് നേരിടുന്നത്. 1 ലിറ്റർ പാലിന്റെ ഉൽപ്പാദന ചെലവ് തന്നെ 60 രൂപയ്ക്ക് മുകളിൽ വരുമെന്നാണ് ക്ഷീരകർഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ക്ഷീരോത്പാദക സംഘങ്ങളിൽ നിലവിൽ 1 ലിറ്റർ പാലിന് ലഭിക്കുന്ന വില 42 രൂപ മാത്രമാണ്. ഒരു ചാക്ക് കാലിത്തീറ്റയ്ക്ക് 1500 രൂപയും 1 ചാക്ക് തവിടിന് 1400 രൂപയും 1 കെട്ട് വൈക്കോലിന് 300 രൂപയുമാണ് വില. ഈ കഴിഞ്ഞ ദിവസമാണെങ്കിലും കേസിനാണെങ്കിലും 25 രൂപ വെച്ചും 50 രൂപ വെച്ചും കൂടിയിട്ടുണ്ട്. എങ്ങനെ ഇത് കൂടും? അതിന് പാലിന് വില കൂടുതൽ കിട്ടുന്നുണ്ട്, അതുമില്ല. കുടിക്ക് വില കൂടുന്നതനുസരിച്ച് നമുക്ക് പാലിന് വില കൂടുതൽ കിട്ടുമോ? അതും കിട്ടത്തില്ല. അതാണ് ഈ പ്രസ്ഥാനത്തിനകത്തുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ദോഷം. ഇപ്പം തന്നെ നിൽക്കുന്ന രീതിയിലായി. കന്നാലി എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിൻപുറത്തില്ല. പാലിന്റെ കൊഴുപ്പിനെ അടിസ്ഥാനമാക്കിയാണ് ക്ഷീരസംഘങ്ങളിൽ പാൽവില നിശ്ചയിക്കുന്നത്. വൈക്കോൽ നൽകുമ്പോൾ പാലിന്റെ കൊഴുപ്പ് കുറയുന്നതും കർഷകർക്ക് തിരിച്ചടിയായി മാറുകയാണ്. ഇതോടെ കാലിത്തീറ്റ വാങ്ങാൻ കർഷകർ നിർബന്ധിതരാകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മിൽമ നടത്തിയ പഠനത്തിൽ 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ 48 രൂപ 50 പൈസ ചിലവ് വരുമെന്നായിരുന്നു കണ്ടെത്തൽ. എന്നാൽ പിന്നീട് കാലിത്തീറ്റ വിലയിൽ അടക്കം വലിയ വർധനവ് ഉണ്ടായിട്ടും പാൽവിലയിൽ ആനുപാതികമായ വർധനവ് ഉണ്ടായിട്ടില്ല. മിൽമയുടെ വിവിധ യൂണിയനുകൾ ഉൾപ്പെടെ സർക്കാരിനോട് പാൽവില വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പാൽവില വർദ്ധിപ്പിക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതാണ്. എന്നാൽ ഇപ്പോൾ ആ ഉറപ്പ് പാലിക്കാനുള്ള ഒരു സമീപനം സർക്കാർ സ്വീകരിക്കുന്നില്ല. മിൽമ 2019 സെപ്റ്റംബറിൽ ലിറ്ററിന് 4 രൂപയും 2022 ഡിസംബറിൽ ലിറ്ററിന് 6 രൂപയും പാൽവില വർദ്ധിപ്പിച്ചിരുന്നു. നിലവിൽ മിൽമ പാൽവില ലിറ്ററിന് 56 രൂപയാണ്. പാൽവില ഉയർത്തുന്നതിനൊപ്പം കാലിത്തീറ്റ സബ്സിഡിയും മറ്റ് ഇൻസെന്റീവ്സും ലഭ്യമാക്കണമെന്നാണ് ക്ഷീരകർഷകർ ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, കോട്ടയം.